അങ്ങനെ ഇന്ന് നടന്ന രണ്ടാം മത്സരവും തോറ്റ് മുംബൈ 36 റൺസിൻ്റെ തോൽവിയാണ് ഗുജറാത്ത് മുംബൈക്ക് കൊടുത്തത്. അപ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് 20 ഓവറിൽ 196 റൺസ് സ്വന്തമാക്കി. അവരെ സായി സുദർശൻ തന്നെയാണ് കളിയിലെ കേമൻ. 63 റൺസ് സായി സുദർശൻ സ്വന്തമാക്കി. ഗില്ല് 38, ജോസ് ബട്ട്ലർ 39 റൺസ് എന്നിവരുടെ ബലത്തിലാണ് 196 എന്നുള്ള അത്യാവശ്യം നല്ലൊരു ടോട്ടൽ മുംബൈക്കെതിരെ ഗുജറാത്തിന് എടുക്കാനായത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈക്ക് 160 റൺസ് മാത്രമാണ് 20 ഓവറിൽ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. രോഹിത് ശർമ്മ ഇന്നും ഫ്ലോപ്പ് ഔട്ടായിരുന്നു. 8 റൺസാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയത്. തിലക് വർമ്മ 39, സൂര്യകുമാർ യാദവ് 48. മറ്റാർക്കും തന്നെ മുംബൈ നിരയിൽ തിളങ്ങാനായില്ല. ബാക്കി എല്ലാവരും ഫ്ലോപ്പ് തന്നെയായിരുന്നു അവരുടെ മുംബൈ ബാറ്റിംഗ് നിരയിൽ എന്ന് പറയാം. മറ്റാർക്കും തന്നെ കളിക്കാൻ സാധിച്ചില്ല. അവർ സ്കോർ കയറ്റാൻ സാധിച്ചില്ല. 20 ഓവറിൽ 160 കളി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഗുജറാത്തിന് വേണ്ടി സിറാജ് 2 വിക്കറ്റും പ്രസീദ് കൃഷ്ണ 2 വിക്കറ്റും സ്വന്തമാക്കി. അങ്ങനെ 20 ഓവറിൽ 160 റൺസിന് മുംബൈനെ പൂട്ടിക്കെട്ടാൻ ഗുജറാത്തിനായി. 36 റൺസിൻ്റെ വിജയമാണ് ഗുജറാത്ത് സ്വന്തമാക്കിയത്. അങ്ങനെ 2 മത്സരവും തോറ്റ് മുംബൈ അവസാന സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ നാളത്തെ മത്സരം വരുന്നത് നാളെ 2 മത്സരമാണുള്ളത്. ഡൽഹി സൺറൈസേഴ്സിനെ ആദ്യത്തെ മത്സരത്തിനകത്ത് നേരിടും. രണ്ടാമത്തെ മത്സരം രാജസ്ഥാൻ ചെന്നൈയിനെയാണ് നേരിടുന്നത്. അപ്പോൾ നാളെ 2 തീപാർന്ന പോരാട്ടങ്ങൾ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.